ചെറിയ കുഞ്ഞ് കരയുമ്പോൾ നേരെ മൊബൈൽ ഫോണും കൊടുക്കുകയാണല്ലോ, ചിത്രം ഇട്ടുകൊണ്ട്. ഇതിലൂടെയാണല്ലോ കുട്ടി വളർന്നു വരുന്നത്. അതുണ്ടാക്കുന്ന പിന്നീടുള്ള പ്രശ്നങ്ങളുണ്ടല്ലോ. അപ്പം അത്തരത്തിലുള്ള ഒരു ഡിജിറ്റൽ ലോകത്തിൻ്റെ സ്വാധീനത്തിൽ പെട്ടുപോകുന്ന കുട്ടികൾ, നമ്മൾ തന്നെ അവരെ അതിലേക്ക് തിരിച്ചു വിടുകയാണ്. ഡിജിറ്റൽ ലോകമൊന്നും നിഷിദ്ധമായിട്ടുള്ളതല്ല കേട്ടോ. ഡിജിറ്റൽ അറിവ് അവർക്ക് വേണം, അതൊന്നും തടയാനേ പറ്റില്ല. പക്ഷേ എത്രത്തോളം ആകാം, എങ്ങനെയാവാം, അതിനെ സംബന്ധിച്ച് കൃത്യമായ അറിവ് രക്ഷിതാക്കൾക്ക് തന്നെ ഉണ്ടാകേണ്ടതായിട്ടുണ്ട്. മറ്റൊന്ന്, നമ്മുടെ കുട്ടികൾക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ്? കുട്ടിയെപ്പറ്റി വല്ലാത്ത ഒരു തരത്തിലുള്ള അമിതമായ ജാഗ്രത വെച്ച് പുലർത്തുന്നവരാണല്ലോ നമ്മുടെ സമൂഹം പൊതുവിൽ. കുട്ടി വളർന്നു തുടങ്ങുമ്പം തന്നെ രക്ഷിതാക്കൾ ആ കുട്ടിയെക്കുറിച്ച് കാണുന്ന ചില സ്വപ്നങ്ങളുണ്ട്, സ്വാഭാവികമാണ്. അതിൻ്റെ ഭാഗമായി കുട്ടിയിൽ വരുന്ന സമ്മർദ്ദമുണ്ട്. അത് നഴ്സറി തൊട്ട് തന്നെ ആരംഭിക്കുകയാണ്, ചെറിയ ക്ലാസ് തൊട്ട് ആരംഭിക്കുകയാണ്. അപ്പോൾ ഈ പഠനത്തോടൊപ്പം സ്കൂൾ കഴിഞ്ഞാൽ നേരെ ട്യൂഷനിലേക്ക് പറഞ്ഞു വിടുകയാണ്. എന്താ സംഭവിക്കുന്നത്? കുട്ടിയല്ലേ, ആ കുട്ടിയുടെ കുട്ടിത്വമില്ലേ, ആ കുട്ടിക്ക് കളിക്കാനും മറ്റുള്ളവരുമായിട്ട് ഇടപെടാനും സമയം വേണ്ടേ? അത് വല്ലാതെ ചുരുങ്ങിപ്പോവുകയാണ്. കളിക്കാൻ പോലും സമയമില്ലാത്ത കുട്ടികൾ ആ ഒരവസ്ഥയിലേക്ക് മാറുകയാണ്. അപ്പോൾ കുട്ടി എങ്ങനെയാവുന്നു? വീടുകളിൽ ഒറ്റപ്പെടുന്ന അവസ്ഥ വരുന്നു. വീട്ടിൽ തന്നെ മുറിയിൽ ഒറ്റപ്പെടുന്ന അവസ്ഥ വരുന്നു. ഇത് കുട്ടിയുടെ മനസ്സിനെ വല്ലാതെ താളം തെറ്റിക്കുകയാണ്. മാത്രമല്ല, സമപ്രായക്കാരുണ്ട്. ആ സമപ്രായക്കാർ അല്ലാത്ത ഈ മയക്കുമരുന്നിൻ്റെ ഏജന്റുമാർ ഇത്തരം കുട്ടികളെ പലതരത്തിൽ ബന്ധപ്പെടാൻ നോക്കുകയാണ്. ആ ബന്ധപ്പെടലിൻ്റെ ഭാഗമായി കുട്ടികളെ മെല്ലെ അവരുടെ സ്വാധീനത്തിലാക്കുന്നു. അങ്ങനെ സ്വാധീനത്തിലാക്കിയാൽ കുട്ടി നാശത്തിലേക്കാണ് പോകുന്നത്. അപ്പോൾ കുട്ടികളെ നാശത്തിലേക്ക് തള്ളിവിടുന്ന അപകടകാരികൾ എന്ന നിലയിലാണ് ഈ പറയുന്ന മയക്കുമരുന്നിൻ്റെ ഏജന്റുമാരെ നാം കാണേണ്ടത്. സിനിമയിലെ ഈ വയലൻസിൻ്റെ ദൃശ്യങ്ങൾക്ക് അവരെ വിട്ടുകൊടുക്കാതിരിക്കാനും ശ്രദ്ധിക്കണം. നമ്മുടെ സ്കൂളുകളിൽ നമ്മുടെ പൊതുവിദ്യാഭ്യാസ മന്ത്രി അടക്കം ഇവിടെ ഇരിക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഏറ്റവും നല്ല ഒരു കാര്യം ആലോചിച്ചുകൂടെ എന്നുള്ളതാണ്. ഇപ്പോൾ രാവിലെ സ്കൂൾ തുടങ്ങി വൈകുന്നേരം ലോങ് ബെല്ലടിച്ച് സ്കൂൾ വിടുന്നു. ഒരു അരമണിക്കൂർ മുമ്പാവട്ടെ ഒരു ചെറിയ ബെല്ല് കൊടുക്കുന്നു. എല്ലാ കുട്ടികളും ഗ്രൗണ്ടിലേക്ക് വരുന്നു. അവിടെ സ്കൂളിൽ നിന്ന് പിന്നെ വീട്ടിലേക്ക് പോവുകയാണ് അവർ ചെയ്യുക സാധാരണഗതിയിൽ. അപ്പോൾ ഒരു അതുവരെയുള്ള സ്ട്രെസ് ഉണ്ട് കുട്ടിക്ക് വല്ലാത്ത തരത്തിലല്ലേ. ഈ സ്ട്രെസ് ആകെ നീങ്ങിക്കിട്ടാൻ പറ്റുന്ന ഒരു എക്സസൈസിലേക്ക് കടന്നൂടെ? എന്താ ഡാൻസിൻ്റെ ജിംബോ ഡാൻസ് അല്ലേ? ജുബ ഞാൻ പറയുന്ന പേര് തെറ്റായിരിക്കാം, പക്ഷെ അത്ര ഒരു ഡാൻസിലേക്ക് കടക്കാനോ അത് നല്ല എക്സസൈസ് ആണല്ലോ. നല്ല നിലക്ക് ആ പരിപാടി നടത്താലോ.
അതിന് പാട്ടിൻ്റെ സൗകര്യം, സൗണ്ട് സിസ്റ്റം ഇപ്പോൾ എല്ലാ സ്കൂളുകളിലും ഉണ്ട്. അപ്പോൾ ആ സിസ്റ്റം വെച്ചുകൊണ്ട് കുട്ടികളെല്ലാവരും നല്ല ഹരത്തിലായിരിക്കും. അധ്യാപകരും തയ്യാറാവണം. ഫലത്തിന് ഇതിന് അധ്യാപകർ കുറച്ച് മടിയുള്ളവരാണ്. കാരണം അവരും എക്സസൈസ് എടുക്കണമല്ലോ ഇതിൻ്റെ കൂട്ടത്തിൽ, അതിന് കുറച്ചൊരു മടി കാണിക്കുന്നുണ്ട്. വിദ്യാഭ്യാസ മന്ത്രി ശ്രദ്ധിക്കുക, അടുത്ത അധ്യയന വർഷ ആരംഭത്തിൽ തന്നെ ഇത് നമുക്കങ്ങ് നടപ്പാക്കിയാൽ എന്താണ്? ഈ കുട്ടിയുടെ സ്ട്രെസ് മുഴുവൻ അങ്ങ് പോകും. കുട്ടി ഒരു നല്ല ഉന്മേഷത്തോടു കൂടിയാണ് വീട്ടിലേക്ക് ഓടിപ്പോകുന്ന അവസ്ഥയിരിക്കുക. നല്ലോണം വേർക്കും, നല്ല സ്ട്രെസ് നീങ്ങി കിട്ടുന്ന കുട്ടികളായിട്ട് മാറും. ആ ഒരു കാര്യവും നമ്മൾ ആലോചിക്കേണ്ടതായിട്ടുണ്ട് എന്നാണ് തോന്നുന്നത്.